പുട്ടും മാമ്പഴം, മാമ്പഴ പുളിശ്ശേരി, മാങ്ങ പായസം, മാങ്ങ അട, ചിക്കനിൽ മാങ്ങ, ബീഫിൽ മാങ്ങ. മതി മതി മതി, മാങ്ങ തൊയ്യില്ല. മാക്കാലം എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്താ ഇജ്ജ് മാങ്ങ വെച്ചല്ലോ മന്തി ഉണ്ടാക്കിയ? അതല്ലേ. പിന്നെ അച്ഛനൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു പണ്ട്. 5-6 വയസ്സ് എനിക്ക്. അപ്പോൾ വെക്കേഷൻ സമയത്താണ് അവിടെ പോയിരിക്കും. മാക്കാലാണല്ലോ വെക്കേഷൻ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇടയ്ക്ക് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വരും, ജാന പോവും, തടിയും വണ്ണു, കൈയൊക്കെ മറ്റേ എന്താ പാറക്കല്ല് പോലെ ഇരിക്കും. ആള് വരും, എന്നിട്ട് ഇടയ്ക്കൊക്കെ എൻ്റെ തോളത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയും. പിന്നെ ഇടയ്ക്ക് തോട്ടയം പിടിക്കും. പിന്നെ പിടിക്കുന്നതിൻ്റെ ബലം കൂടി വരും. കൈയിൻ്റെ കാര്യം പറഞ്ഞില്ല, നല്ല ബലമുള്ളതല്ലേ. അപ്പോൾ വേദന കൂടി തുടങ്ങി. പിന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു പന്തിയേട് മനസ്സിലായി ആ പ്രായത്തിൽ തന്നെ. ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഈ കാര്യം ചെയ്യും, അയാൾ വരുമ്പോൾ ഇവിടുന്ന് പോയിക്കോ, അവിടെ നിൽക്കണ്ട. പിന്നെ അയാൾ വരുമ്പോഴൊക്കെ ഞാൻ അപ്പം ഓടും അച്ഛൻ്റെ കടയ്ക്ക് മാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ മാങ്ങ കൊടുക്കാൻ വേണ്ടി പോകും. അതൊക്കെ ഈ മാങ്ങാക്കാലം വരുമ്പോൾ ഓർമ്മയുണ്ട്. എൻ്റെ ഒരു മാങ്ങയിലെ ഓർമ്മകളെ. എടാ ഇത് പറഞ്ഞപ്പോളാ എനിക്കും ഇതേപോലെ ചെറുപ്പത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. പണ്ട് മറ്റേ കല്യാണം കഴിഞ്ഞിട്ടേ ഒരു വിരുന്നിന് പോലോ. അപ്പോൾ മറ്റേ ക്രൂയിസറിന് വണ്ടിയാവുമല്ലോ. അപ്പോൾ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് ആ ചെറുപ്പത്തിൽ ഫ്രണ്ടിലിരിക്കണം എന്നാണ് എപ്പോഴും ആഗ്രഹം ഉണ്ടാവുക. നമ്മൾ ഓടിപ്പോയിട്ട് ഫ്രണ്ടിൽ പോയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ പോയിരുന്ന സമയത്ത് വണ്ടി എടുക്കാൻ സമയത്ത് ഒരു കാക്ക വന്നിട്ട് ഒരു കഷൻ്റെ ഒക്കെ ചങ്ങായി, അത് തടിച്ച ചങ്ങായി വന്നിട്ട് വണ്ടിയിൽ കയറുന്നു. അയാൾ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് അയാളിങ്ങനെ ഓരോ സമയത്തും ഗിയറും, ഞാനാണെങ്കിൽ ഗിയറിൻ്റെ അപ്പുറം കാലിട്ടിരിക്കണേ. അയാൾ എന്നിട്ട് ഗിയർ മാറ്റി. ഫസ്റ്റ് ഗിയർ മാറ്റിയപ്പോൾ ഇവിടെ നിന്ന് അടിച്ച്, പിന്നെ അടുത്ത ഗിയർ മാറ്റിയപ്പോൾ ഇവിടെ നിന്ന് അടിച്ച്. പിന്നെ അടുത്ത ഗിയർ മാറ്റിയപ്പോൾ ആൾ ഇവിടെ അടിച്ച്, പിന്നെ ഗിയർ മാറ്റിയപ്പോൾ ആൾ ഇവിടെ അടിച്ച്. ഞാനാണെങ്കിൽ ആകെ സ്റ്റെക്കായി പോയില്ലേ, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ആകെ അങ്ങോട്ട് ചെറുപ്പത്തിലല്ല, നമുക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയെങ്കിലും കല്യാണപ്പേരയിൽ എത്തിയാൽ മതി എന്നൊരു ഇതായി. നേരെ കല്യാണപ്പേരയിൽ എത്തി. പിന്നെ കല്യാണപ്പേരയിൽ എത്തിയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ബാക്കിൽ തന്നെ പോയിരുന്നു. അപ്പോൾ ഫ്രണ്ടും വേണ്ട ബാക്കും വേണ്ട. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഓർമ്മയെ. കൊറോണ കാലത്തൊരു കഥ കൊണ്ട് എന്നാതും പറ, കുറച്ച് മിനിറ്റ് പറഞ്ഞുതരാം. എടാ ഇപ്പൊ പറടാ, 3 മിനിറ്റ് ആവാനേ. ഇത്ര പെട്ടെന്നോ? പിന്നെ റിയൽ ഇൻസിഡന്റ് അല്ലേ, എടുക്കും. പറയ്.